ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സൈബർ ഫിനാൻസ് എന്ന ബോട്ടിൻ്റെ ട്യൂട്ടോറിയലാണ്. സോ നമ്മൾ കുറേ നാളായി നമ്മുടെ ചാനലിൽ ഓൾറെഡി സൈബർ ഫിനാൻസിൻ്റെ ബോട്ടിൻ്റെ ലിങ്ക് ഇട്ടിട്ട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. വളരെ കുറവ് ടൈം മാത്രം മതി, ഒരു ദിവസം 1-2 പ്രാവശ്യം മാത്രം എടുത്ത് വെറുതെ ഫാമിംഗ് പോയിന്റ് മാത്രം ചെയ്യുക എന്നുള്ള ടാസ്ക് മാത്രമേ ഉള്ളൂ. അല്ലാതെ ടാപ്പിങ്ങോ വേറെ ഒന്നുമില്ല. വളരെ ഈസി ആയിട്ടുള്ള ബോട്ടാണ്. സോ ഇതൊരു DeFi ഹബ്ബാണ്, അതായത് ഡീസെൻട്രലൈസ്ഡ് ഫിനാൻഷ്യൽ ഒരു സിസ്റ്റമാണിത്. അതായത് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാനും മറ്റുള്ള കോയിൻസ് ഒരു വാലറ്റ് പോലെ സൂക്ഷിക്കാനുള്ളൊരു ഹബ്ബാണ് സൈബർ ഫിനാൻസ് വന്നത്. അതാണ് അവരുടെ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ റോഡ് മാപ്പിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ ചാനലിൽ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. സോ അതിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, കുറച്ച് MVP വാലറ്റ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ലോഞ്ച് പാഡും അതൊക്കെ അവതരിപ്പിച്ച ശേഷം TGE ടോക്കൺ ജനറേഷൻ ഇവൻറ്റും അതുപോലെ തന്നെ എയർ ഡ്രോപ്പിന് ഇവൻറ്റും അവരുടെ ടെലഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കത് വായിക്കാം, മനസ്സിലാക്കാം. സോ എയർ ഡ്രോപ്പ് എന്തായാലും ഞാനൊരു Q4 എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, എന്തായാലും എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെന്ന് ഞാൻ എന്തായാലും അറിയിക്കാം. സോ അടുത്തതായിട്ട് പറയാനുള്ളത്, ഇവരൊരു സെക്യൂരിറ്റി ഓഡിറ്റ് സോക്യോ എന്ന് പറഞ്ഞൊരു കമ്പനി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിനർത്ഥം സോക്യോ എന്ന കമ്പനി ഓൾറെഡി എതീറിയത്തിനും അതുപോലെ ലെയർ 0, ബിനാൻസ്, പോളിഗൺ അങ്ങനത്തെ വലിയ വലിയ കമ്പനികൾക്കൊക്കെ ഓഡിറ്റ് ചെയ്തൊരു പ്രോജക്റ്റാണ്. ഇതുപോലത്തെ തന്നെ വേറൊരു പ്രോജക്റ്റ് ഓൾറെഡി നമ്മുടെ ബിനാൻസിൽ ലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതുപോലൊരു DeFi സിസ്റ്റം പോലെ ബനാന എന്ന് പറഞ്ഞിട്ട്, നമ്മളിപ്പോൾ കളിക്കുന്നുണ്ടെങ്കിൽ ബനാന അല്ല, വേറൊരു ബനാന എന്ന് പറഞ്ഞൊരു സിസ്റ്റം റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് $60 അതിൻ്റെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇത് ഞാൻ അത്ര എത്തുന്നല്ല പറയുന്നത്, ബട്ട് എക്സ്പെക്റ്റ് ചെയ്യാം, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത എയർ ഡ്രോപ്പ് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ യൂസേഴ്സ് കൂടി വരുന്നുണ്ട്, നമുക്ക് എന്തായാലും നോക്കാം. സോ നമ്മൾ ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഇന്നലെ മാറിയിട്ടുണ്ട്. കുറച്ചുകൂടി നല്ലൊരു ഭംഗിയുള്ള എഗ്ഗൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. മുന്നൊരു അത്ര ഗ്രാഫിക് യൂസർ ഇൻ്റർഫേസ് ആയിരുന്നില്ല. സോ ഇതിലാകെ നിങ്ങൾക്ക് ടാസ്ക് ചെയ്യാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ എഗ്ഗ് ഓൾറെഡി ഞാനിപ്പോൾ മൈനിങ് ടൈം കൂട്ടിയാനാണ്. ഇവിടെ ബൂസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോയിന്റ് ഉപയോഗിച്ചിട്ട് മൈനിങ് ടൈം കൂട്ടാം. സോ ഞാൻ എൻ്റെ 24 അവറാണ് ഇപ്പോൾ മാറ്റിയിട്ടത്. സോ 24 അവർ കഴിയുമ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി, എനിക്ക് വന്നിട്ട് ഫാം ചെയ്താൽ മതി. അത്ര നേരം എനിക്ക് ഈ ആപ്പിൽ കയറേണ്ട ആവശ്യമില്ല. ആ സമയത്ത് വരിക, ഫാം ചെയ്യുക, പോയിന്റ് എടുക്കുക, അതുള്ള പരിപാടി. പിന്നെ ഇവിടെ ഉള്ളത് വാലറ്റ് ക്രിയേഷൻ ഉണ്ട്. ഇവിടെ ഒരു വാലറ്റ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. ഈ വാലറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വാലറ്റ് ഒരു ഫ്രേസ് ക്യൂ കിട്ടും. ആ ഫ്രേസ് ക്യൂ അടിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു വാലറ്റ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇനി അത് ഫ്രേസ് ക്യൂ നിങ്ങൾ അങ്ങനെ മറന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വാലറ്റിൻ്റെ ഫ്രേസ് കീ നിങ്ങൾക്ക് എന്തായാലും അവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും കാട്ടുന്നില്ല. അപ്പോൾ വാലറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫണ്ടൊക്കെ വേണമെങ്കിൽ എത്തിക്കാം. ആർബിട്രം വഴി ഏത് ചെയിൻ വഴി ആഡ് ക്രിപ്റ്റോ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ വാലറ്റ് അഡ്രസ് അടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടേക്ക് ഫണ്ട് എത്തിക്കാൻ പറ്റും. കറൻറ്റ്ലി ആർബിട്രം വഴിയാണ് ഇപ്പോൾ ഫണ്ട് എത്തിക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമ്മൾ വാലറ്റ് ക്രിയേഷൻ എന്തായാലും ചെയ്യുക. അതുപോലെ തന്നെ റെഫർ ചെയ്യാൻ പറ്റും. അതുപോലെ ഏൺ എന്ന് പറഞ്ഞ ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ടാസ്കുകൾ കാണാൻ പറ്റും. സോ കുറേ പേർക്ക് സംശയമുള്ള ടാസ്കുകളാണ്. ഇവിടെ ഡെയിലി ഓപ്പർച്യൂണിറ്റി ഒരു ടാസ്ക് കാണാൻ പറ്റും. സോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചെറിയ ആഡ് കണ്ടാൽ മതി. ആ ആഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 3000 സംതിങ് പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. 10 സെക്കൻഡോ 15 സെക്കൻഡ്സോ ആഡ് ആയിരിക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബോട്ടുകളും ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ആഡിൻ്റെ ഓപ്ഷൻ. അതായത് ആഡിൻ്റെ ഓപ്ഷൻ കൊണ്ടുവരുന്ന വഴി അവർക്ക് റവന്യൂ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ പോയിന്റും തരുന്നുണ്ട്. അവർക്ക് റവന്യൂ കിട്ടാനാണ് അവർ കൊണ്ടുവരുന്നത് തന്നെ. സോ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 3000 പോയിന്റ് വെച്ച് കിട്ടും. സോ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3000 പോയിന്റ് കരസ്ഥമാക്കാം. അതുപോലെ തന്നെ അടുത്ത ടാസ്ക്കാണ് ട്രസ്റ്റ് വാലറ്റ് എന്ന് പറഞ്ഞിട്ട്. ട്രസ്റ്റ് വാലറ്റിൻ്റെ ടാസ്കിൽ ലൈക്ക് ആൻഡ് റീപോസ്റ്റ് ഒരു ട്വീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡൗൺലോഡ് ട്രസ്റ്റ് വാലറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടും നമ്മൾ ഓൾറെഡി ട്രസ്റ്റ് വാലറ്റിൻ്റെ പല വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട്. ട്രസ്റ്റ് വാലറ്റ് ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ ഫ്രേസ് ക്യൂ ഒക്കെ എടുത്തു വെച്ച ശേഷം വാലറ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് ചോദിച്ചിരിക്കുന്നത്, ഇത് നിങ്ങൾ ചെയ്തോണ്ട് വിചാരിക്കുന്നു, ലൈക്ക് ആൻഡ് റീപോസ്റ്റ് ഒരു ട്വീറ്റ്. അത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ട്വിറ്ററിൽ പോകും. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ലൈക്ക് ചെയ്യുക, അതിനുശേഷം അത് റീപോസ്റ്റ് ചെയ്യുക, അതിനുശേഷം നേരെ തിരിച്ച് നമ്മുടെ ഇതിലേക്ക് വരിക. വീണ്ടും ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് നോക്കുക. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാസ്ക് കംപ്ലീറ്റ് ആണെന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡൗൺലോഡ് ട്രസ്റ്റ് വാലറ്റ് നമുക്ക് കാണാൻ പറ്റും. സോ ആ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡൗൺലോഡ് ട്രസ്റ്റ് വാലറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഡ് ട്രസ്റ്റ് വാലറ്റ് വിത്ത് BP20 അഡ്രസ്സ് വന്നത്. സോ നമുക്ക് നേരെ ട്രസ്റ്റ് വാലറ്റിലോട്ട് പോകാം. അപ്പോൾ ട്രസ്റ്റ് വാലറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾ കാണുക. സോ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസീവ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റും. ആ റിസീവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടുത്തെ ഒരു കൃത്യമായിട്ട് USDT ആണോ BNB ആണോ പറഞ്ഞിട്ടില്ല. നമുക്കിപ്പോൾ എടുക്കാൻ പോകുന്നത് BNB ആണ്. സോ നിങ്ങൾ BNB എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബിനാൻസിൻ്റെ BNB സ്മാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഫസ്റ്റ് തന്നെ വരുന്ന ഓപ്ഷൻ ഉണ്ട്, വേറെ ഒന്നും എടുക്കരുത്, അത് എടുക്കുക. അതിനുശേഷം ഒരു അഡ്രസ്സ് കാണാൻ പറ്റും. ഈ അഡ്രസ്സ് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. ഇതിനുശേഷം നമ്മൾ നേരെ തിരിച്ച് സൈബർ ഫിനാൻസിൻ്റെ വാലറ്റിലോട്ട് വരുന്നു. BP20 എന്ന് പറയുന്നത് ബിനാൻസിൻ്റെ ചെയ്യുന്ന അഡ്രസ്സാണ്. എടുക്കുന്നു, ചെക്ക് ടാസ്ക് കൊടുക്കുന്നു, അത് കംപ്ലീറ്റ് ആവുന്നു. പിന്നെ ഉള്ളത് ബാക്കിയുള്ളത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോളൂ. ഡൗൺലോഡ് ട്രസ്റ്റ് വാലറ്റ് നിങ്ങൾ കൊടുക്കുക, നേരെ തിരിച്ചങ്ങോട്ട് പോകും. പിന്നെ തിരിച്ചിവിടെ വന്നിട്ട് എന്ത് ചെയ്താൽ മതി, ആ ഒരു വശം ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടാസ്ക് എന്തായാലും കംപ്ലീറ്റ് ആയിക്കോളും. ഓക്കെ, കംപ്ലീറ്റ് ആയില്ലെങ്കിൽ 2 പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും കംപ്ലീറ്റ് ആയിക്കോളും. പിന്നെ അടുത്ത ടാസ്ക് ഒന്ന് ഡൗൺലോഡ് ട്രസ്റ്റ് വാലറ്റ് ആണ്. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്, പക്ഷേ ഞാനത് അവസാനം ചെയ്ത്. അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ തിരിച്ച് ട്രസ്റ്റ് വാലറ്റിലോട്ട് പോകും. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു G.cyberfin.xyz എന്ന സൈറ്റിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ഓൾറെഡി നമ്മളൊരു ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ആക്കിയാനാണ്. സോ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ തിരിച്ച് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ടാസ്ക് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യാം, അത് കംപ്ലീറ്റ് ആയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്ത് ഫോളോ ചെയ്യാനാണ്. ഫോളോ സൈബർ ഫിനാൻസ് ഓൺ എക്സ്. നിങ്ങൾ എന്തായാലും സൈബർ ഫിനാൻസിൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് വീണ്ടും ഇവിടെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ചിലപ്പോൾ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ ഇത് കംപ്ലീറ്റ് ആവുക. സോ അത് ട്രൈ ചെയ്തതിന് ശേഷം വീണ്ടും ചെയ്ത് പോകും കേട്ടോ. ഓക്കെ,
അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള നമുക്ക് ഏണിലുള്ള ടാസ്ക് എന്ന് പറയുന്നത് സൈബർ ഫിനാൻസിന് കുറച്ച് ടാസ്കുകളാണ്. സോ ഇവിടെ ലൈക്ക് ആൻഡ് റീട്വീറ്റ് ചെയ്യാനുള്ള ടാസ്കുകളാണ്. ടെലഗ്രാമിലെ CFI വാലറ്റ് റിലീസ് ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. പിന്നെ നമ്മുടെ ടെലഗ്രാമിൻ്റെ നെയിമിൻ്റെ ഒപ്പം CFI എന്ന് ആഡ് ചെയ്യുക, $CFI എന്ന് വേണം ആഡ് ചെയ്യാനായിട്ട്. അത് നിങ്ങളുടെ സെറ്റിംഗ്സിൽ പോയിട്ട് നിങ്ങളുടെ യൂസർ ഐഡിയിലല്ല നിങ്ങളുടെ യൂസർ നെയിമിൽ വേണം ആഡ് ചെയ്യാനായിട്ട്. സോ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പോയിന്റ് കൂടി നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇവിടെ ബാക്കിയുള്ള ടാസ്ക് എന്ന് പറയുന്നത് പാർട്ണർ ഹബ്ബൊക്കെയാണ്. അത് വേറെ പ്രോജക്റ്റുകളുടെ ഒക്കെ നിങ്ങൾ വേറെ ബോട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണോ, ബേർഡ്, സീഡ് നമ്മുടെ കുറേ പ്രോജക്റ്റുകൾ കാണും. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാസ്ക് കൂടി കംപ്ലീറ്റ് ആകും സുഖം. മാക്സിമം ഇതിലെല്ലാം വരുന്ന ടാസ്കുകളെല്ലാതും അറ്റ് എ ടൈം എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. സോ ഇതാണ് മെയിനായിട്ടുള്ളത്. സോ ഇതിലുള്ള ടാസ്കുകൾ നല്ലൊരു പ്രോജക്റ്റാണ്, അതൊന്നും ആരും മിസ്സാക്കരുത്. വളരെ ടൈം കുറവൊക്കെ ചിലവഴിക്കുന്ന ഒരു പ്രോജക്റ്റാണ്, ആരും മിസ്സാക്കില്ല വിചാരിക്കുന്നു. സോ BP അഡ്രസ്സ് നിങ്ങൾ കൊടുത്ത് അതല്ല നിങ്ങളുടെ ശരിക്കും വാലറ്റ് അഡ്രസ്സ്, നിങ്ങളുടെ എന്തെങ്കിലും ഇതിൽ എയർ ഡ്രോപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ഇതുവരെ വാലറ്റിലേക്ക് തന്നെ ആയിരിക്കും വരാൻ ചാൻസ്. പക്ഷേ ആ BP20 ട്രസ്റ്റ് വാലറ്റ് എന്ന് പറയുന്നത് ഒരു ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിനിൽ പങ്കെടുക്കാനാണ് എന്ത് ആ ഒരു അഡ്രസ്സ് അവിടെ കൊടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ വാലറ്റിലേക്ക് അതിലായിരിക്കും വരുന്നത്. അതിൽ വിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ചിലപ്പോൾ ട്രസ്റ്റ് വാലറ്റിലേക്ക് എന്ത് ആ ഒരു ഫണ്ട് എത്താൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. വളരെ എളുപ്പമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചാൽ മതി. സോ ഇതിനായിട്ട് ഞാൻ എന്ത് ചെയ്യാം, ആൻസർ തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.